വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024-25 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ്റെ ബാക്കി ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 333 മുതലാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അതുവരെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഇനി തുടർന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കഴിഞ്ഞ ഇതുവരെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ടുകൾ പറഞ്ഞായിരുന്നു, അതായത് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടുകൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്തു പോവാണ് കേട്ടോ. 280 ചോദ്യം ഒന്നും കൂടി പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ. 280 ക്വസ്റ്റ്യൻ ഇത്തിരി വിശാലമായിട്ട് ഒന്നും കൂടി പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് 280 ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 280 ക്വസ്റ്റ്യൻ നോക്കുമ്പം മൈനറുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഓഫ് എ മൈനർ ഈസ് നോട്ട് കറക്റ്റ് അല്ലാത്തത് ഏത്? മൈനറുടെ ഈ ആക്ഷൻസിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ മൈനറുടെ നോമിനേഷൻ, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മൈനറുടെ കാര്യം പറയുമ്പം മൈനർ ആരാണ്? ഈസ് എ പേഴ്സൺ അല്ലേ, ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. 18 വയസ്സ് പൂർത്തിയാക്കാത്ത ഒരാളെയാണ് നമ്മൾ മൈനർ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ മെജോറിറ്റി ആക്റ്റിലാണ് ഈ ഒരു മൈനർ എന്ന അതിനൊരു കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ മെജോറിറ്റി ആക്റ്റിലാണ്. സോ ഇപ്പോൾ ഒരു കോടതിയാണ് ഒരു മൈനറെ, അതായത് കോടതികൾ മൈനറിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്, ഗാർഡിയനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. മൈനറും ഗാർഡിയനും, അതായത് രക്ഷിതാക്കളും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒരു മൈനറുടെ വയസ്സെന്ന് പറയണത് 21 വയസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് 21 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അവരെന്താവുള്ളൂ, മേജറായി കണക്കാക്കുള്ളൂ കേട്ടോ. അതായത് കോടതിയാണ് ഒരാളുടെ ചുമതല ഒരു ഗാർഡിയനെ ഏൽപ്പിച്ചതെങ്കിൽ അയാൾക്ക് 21 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാളെ എന്താവുള്ളൂ, മേജറായിട്ട്. ബാക്കി എല്ലാ കേസിലും 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ മേജറായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മളെ മൈനറുടെ കാര്യം പറയുമ്പം 2 ആക്റ്റിലും 2 കാര്യങ്ങളാണ് മൈനറിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുകയാണ്, അതുപോലെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എടുക്കുകയാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എടുക്കുകയാണ്. മൂന്ന് നിയമങ്ങളാണ് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ ഫേം എന്നാണ് പറയണത്. മൈനർ ക്യാൻ ബി അഡ്മിറ്റ് ചെയ്യാം അല്ലേ, മറ്റുള്ള പാർട്ട്നേഴ്സിന് കൺസെൻ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അവർക്ക് സമ്മതമാണെങ്കിൽ എൻജോയ് ബെനഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി ആളെ ആഡ് ചെയ്യും. പക്ഷേ ആൾ പേഴ്സണലി ലയബിൾ അല്ല ഈ ഒരു ലോസസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദിസ് ഫേം അല്ലെങ്കിൽ ഓഫ് ദിസ് പാർട്ട്ണർഷിപ്പ് കൺസേൺ അല്ലേ. അതാണ് പറയണത്. ഇനി ആൾ മേജർ ആയതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, എന്നിട്ടും അയാളൊരു പാർട്ട്ണറായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കെതിരെ ആൾക്ക് അപ്പോൾ ആണ് ഒരു നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആളെ ഈ ഒരു കേസുമായി കണക്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ്, ലയബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്താ പറയണത്? എ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ ഫേം എന്നാണ് പറയുന്നത്. പക്ഷേ ഹി ക്യാൻ അഡ്മിറ്റ് ചെയ്യാം. എങ്ങനെ? ഈ ഒരു ബെനഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ ആരുടെയൊക്കെ കൺസെൻറ്റ് വേണം? അതർ പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് അവിടെ നെസസറിയാണ്. പിന്നെ അതുകൂടാതെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹി വാസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ ദിസ്, ഈ ലോസസ് ഓർ എനി ലയബിലിറ്റീസ് ഒക്കെ അതിനൊന്നുള്ള ഒരു ബാധ്യതയും ആൾക്ക് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ അതൊരു ഭാഗമാണ്. അത് കഴിഞ്ഞ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 11 പറയണത് മൈനർ ഈസ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ അംഗമാവാൻ അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ ആർക്ക് കഴിയില്ല? ഒരു മൈനർക്ക് കഴിയില്ല എന്ന് തന്നെ വ്യക്തമായി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നുണ്ട് സെക്ഷൻ 11 പ്രകാരം. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്താ വെച്ചാൽ വോയിഡ് അബ് ഇനീഷ്യോ എന്നാണ്. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ നോട്ട് വാലിഡ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളെന്തല്ല, അതിന് വാലിഡിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഈ 2 ആക്റ്റുകൾ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി. 3ാമത്തെ ആക്റ്റിലേക്ക് വരികയാണ് നമ്മൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ എന്താ പറയണത്? സെക്ഷൻ 26 ക്ലിയർലി പറയുന്നുണ്ട് എന്ത്? എ മൈനർ ക്യാൻ ഡ്രോ
അതുപോലെ തന്നെ എൻഡോസ്, ഡെലിവർ ഓർ നെഗോഷിയേറ്റ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ബട്ട് ദ മൈനർ കനോട്ട് ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ ഓൺ സച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് കനോട്ട് ബി സ്യൂഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾ ഇതിനൊരിക്കലും എന്തല്ല പേഴ്സണലി ലയബിളൊന്നുമല്ല, അതുപോലെ ആൾക്കെതിരെ സ്യൂ ചെയ്യാനും പറ്റില്ല, കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ ആൾക്ക് എന്ത് ചെയ്യാം, ക്യാൻ ഡ്രോ, എൻഡോസ് ഓർ ഡെലിവർ ഓർ നെഗോഷിയേറ്റ് എന്ത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ മൈനർ ക്യാൻ ഡ്രോ എ ചെക്ക്, യെസ് കറക്റ്റാണ്. മൈനർ ക്യാൻ ബി എ നോമിനി ആക്കാൻ പറ്റും, മൈനറെ നോമിനി ആക്കി കൂടെ, തീർച്ചയായിട്ടും ആക്കാൻ പറ്റും. മൈനർ ക്യാൻ എൻഡോസ് എ ചെക്ക്, എൻഡോസ് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് മൈനർ ക്യാൻ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മൈനറെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, മൈനർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മൈനർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ്, ഒരു ഏജൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൾ, ഒരു പ്രിൻസിപ്പളുടെ ഒരു ബിഹാഫിൽ മൈനറിനെ വേണമെങ്കിൽ ഒരു ഏജൻ്റ് ആക്കാൻ പറ്റും. പക്ഷേ ആൾക്ക് എന്തില്ല, അപ്പോഴും പേഴ്സണലി ലയബിൾ ഉണ്ടോ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്? ഇല്ല. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 3 ആക്റ്റിൽ 3 കാര്യങ്ങളാണ് പറയണത്. 2 ആക്ട് പറയണത് പറ്റില്ല എന്ന്, മറ്റേ ആക്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ പറയുന്ന ഒരു കണ്ടീഷനാണെന്ത്, ഹി വാസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ ദിസ് ഒഫൻസ്. എന്ത് ഒഫൻസ് വന്നാലും ആൾ ലയബിൾ അല്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഒരു മൈനർക്ക് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ലോൺ കൊടുത്തു മൈനർക്ക് ലോൺ കൊടുക്കുമ്പം ഹീസ് നോട്ട് പേഴ്സണലി ലയബിൾ എന്ന് ഓർക്കണം നമ്മൾ. അങ്ങനെ പേഴ്സണലി ലയബിളായിട്ട് നമുക്ക് സ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ലോൺ കൊടുത്തത് ആളുടെ ഈ മൈനറുടെ ലൈഫിൻ്റെ എന്തെങ്കിലും നെസസിറ്റീസിന് വേണ്ടി ആണ്. നെസസിറ്റീസ് ഓഫ് ലൈഫ് ഓഫ് ദ മൈനർക്ക് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ ലോൺ കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ ആളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ എമൗണ്ട് ക്യാൻ ബി റിക്കവേർഡ്, അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഓക്കെ, അത് തിരിച്ചടവ് വേണം. ഓക്കെ, തിരിച്ചു പിടിക്കാൻ സാധിക്കും. എന്തിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മൈനർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ, സോ ആ പ്രോപ്പർട്ടിയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എമൗണ്ട് ക്യാൻ ബി റിക്കവേർഡ് ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മൈനർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ് അത് പറയണത്. അത് പറയണത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ്. ഓക്കെ, അത് അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോസും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇനി എ മൈനർ കനോട്ട് ഗീവ് നോമിനേഷൻ ഇൻ എ ബാങ്ക് അക്കൗണ്ട്. മൈനർക്ക് നോമിനേഷൻ ഇൻ എ ബാങ്ക് അക്കൗണ്ട് പാടില്ല. എ മൈനർ ക്യാൻ ബി നോമിനി ആവാൻ പറ്റും. ഓക്കെ, ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോമിനി ആവാൻ പറ്റും. പക്ഷേ ഇഫ് ദ മൈനർ ഒരു നോമിനി ആണെങ്കിൽ ഈ അക്കൗണ്ട് ഹോൾഡർ ഹാസ് ടു അപ്പോയിൻറ്റ് ഒരു മേജറിനെ കൂടി എന്ത് ചെയ്യണം, ഓതറൈസ് ചെയ്ത് റിസീവ് ചെയ്ത് ബാലൻസ് അക്കൗണ്ടിലുമൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ മൈനർ മെജോറിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ ഒരു മേജറുടെ പേര് നമ്മൾ എഴുതണം അവിടെ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോക്കർ എടുക്കാൻ പോയി, അപ്പോൾ നമ്മൾ ലോക്കർ കൊടുക്കുകയാണ്. ഇൻ കേസ് നമ്മൾ കുട്ടികളുടെ ആരുടെയെങ്കിലും പേരാണ്, നമ്മുടെ കുട്ടികൾ മൈനറാണ്, അപ്പം നമ്മൾ കൊടുക്കുന്നത് കുട്ടികളുടെ പേരാണെങ്കിൽ അവരെന്തു പറയും, ഒരു മേജറുടെ പേരും കൂടി കൊടുക്കാൻ പറയും. ബിക്കോസ് നമ്മുടെ ഫാദറോ മദറോ, അപ്പം ഈവൻ ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം, അപ്പോൾ ആരെ വേണമെങ്കിലും മേജറായ ഒരാളെ കൂടി എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യിക്കണം അവിടെ നമ്മുടെ ആ ഒരു ലോക്കറിൻ്റെ നോമിനിയുടെ സെക്ഷനിൽ. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു നോർമലി കാണുന്നതാണ്. അപ്പോൾ ഈ മൈനർക്ക് നോമിനേഷൻ ചെയ്യാൻ, അതായത് മൈനർ കനോട്ട് ഗീവ് നോമിനേഷൻ ഇൻ എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മൈനർക്ക് എന്നാൽ നോമിനി ആവാം, നോമിനി ആക്കാൻ പറ്റും, നമുക്ക് മൈനറിനെ നോമിനി ആക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോഴും ഒരു മേജർ അവിടെ ഉണ്ടായിരിക്കണം. ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പിൻബലമായിട്ട് ഒരു മേജർ അവിടെ ഉണ്ടായിരിക്കണം. ഒരു മേജറുടെ പേര് അവർ കൂടെ ചോദിക്കും, മൈനറുടെ കൂടെ തന്നെ ഒരു മേജറുടെ പേരും കൂടി അവരെന്ത് ചെയ്യും, അവരുടെ പേരും ബന്ധവും അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിക്കും കേട്ടോ. ബാങ്കിൽ നോർമൽ പ്രൊസീജിയറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മൈനറുമായി ബന്ധപ്പെട്ടിട്ട്, ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് മൈനറുടെ കാര്യങ്ങൾ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം ചോദിച്ച ആൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 293 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. 293 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതൊരു വെറൈറ്റി, അതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 293 കേട്ടോ. ദ ബ്രാൻഡ് നെയിം ഓഫ് ദ ഇഷ്യൂവർ ബാങ്ക് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ എ ക്രെഡിറ്റ് കാർഡ്, സച്ച് എ കാർഡ് ഈസ് കാൾഡ്. ഇതിന് ഉത്തരം കൊടുത്തിട്ടുള്ളത് നമ്മൾ CSEBയുടെ, ഇതൊക്കെ CSEB ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ പുറത്തുനിന്ന് എടുത്തൊന്നുമല്ല.
ഇതൊക്കെ CSEB ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ 2024 ചോദിച്ചിട്ടുള്ളതാണ്. 24-25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് നെയിം ഓഫ് ദ ഇഷ്യൂർ ബാങ്ക് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ എ ക്രെഡിറ്റ് കാർഡ് സച്ച് എ കാർഡ് ഈസ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഉത്തരം കൊടുത്തിട്ടുള്ളത് കോ ബ്രാൻഡഡ് കാർഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിൻ്റെ കാര്യം ആരും മറക്കരുത്. മോഡൽ എക്സാം ചെയ്തു പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ നമ്മുടെ ചാനലിലെ നമ്പർ വാട്സപ്പ് ചെയ്യുക. 100 രൂപയാണ് 20 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പഠിക്കാനുള്ളത് കേട്ടോ. ചെയ്തു പഠിക്കുക. PDF നോട്ട്സും അതിൽ തന്നെ മാർക്കഡ് PDF താഴെ ഉണ്ടാവും, ഫോൾഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. കോപ്പറേറ്റീവിലൂടെ കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ മെയിൻ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പിന്നെ സെപ്പറേറ്റ് ഇത് വാങ്ങേണ്ട കാര്യമില്ല. നമ്മളെല്ലാം കൂടിയാണ് ഒരു ബണ്ടിലായിട്ടാണ് ഈ 500 രൂപയുടെ കോപ്പറേറ്റീവിലൂടെ കോഴ്സിൽ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഒരുമിച്ചാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവിൽ ബുദ്ധിമുട്ടാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, വിശദമായി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട്സും വോയിസ് ക്ലാസ്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രാൻഡ് നെയിം ഓഫ് ദി ഇഷ്യൂർ ബാങ്ക് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ എ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. അതായത് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കോ ബ്രാൻഡഡ് കാർഡ്, വൈറ്റ് ലെവൽ കാർഡ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചവർക്കറിയാം, വൈറ്റ് ലെവൽ കാർഡ് എന്നാണ്. നമ്മൾ ആദ്യം വൈറ്റ് ലേബൽ കാർഡ് എന്നാണ് ഞാൻ കൊടുത്തത് കേട്ടോ. വൈറ്റ് ലെവൽ കാർഡ് എന്നാണ്, കൗണ്ടർ ഫീറ്റ് കാർഡ്, ഹോട്ട് കാർഡ്, ഇങ്ങനെ 4. ഇതിപ്പം ആദ്യം ഞാൻ മുന്നേ പ്രസൻറ്റ് ചെയ്തത് ലേബൽ എന്ന് വെച്ചിട്ടായിരുന്നു. ഇപ്പം ഞാൻ ചേഞ്ച് ചെയ്തതാണ് ലെവൽ എന്നാക്കിയിട്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ കോ ബ്രാൻഡഡ് കാർഡാണ്. ഓക്കെ, അപ്പം ഡൗട്ട് എന്തായിരുന്നു വെച്ചാൽ കോ ബ്രാൻഡഡ് കാർഡും വൈറ്റ് ലേബൽ കാർഡുമാണ് ആൾ ചോദിച്ചത്. വൈറ്റ് ലേബൽ കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞ ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് വൈറ്റ് ലേബൽ കാർഡാണ് കേട്ടോ. കാരണം ബ്രാൻഡ് നെയിം ഇഷ്യൂറുടെ ബ്രാൻഡ് നെയിം ഇല്ലാത്തതാണ്. ബ്രാൻഡ് നെയിം ഇല്ലാത്തതാണല്ലോ ചോദിച്ചിട്ടുള്ളത്, ക്രെഡിറ്റ് കാർഡാണ് ചോദിച്ചിട്ടുള്ള സംഭവം. പക്ഷേ അവർ കോ ബ്രാൻഡഡ് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആൻസർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ചേഞ്ച് ചെയ്യണില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. എന്താണ് കോ ബ്രാൻഡഡ് കാർഡ്? ഈ വൈറ്റ് ലേബൽ ആവാനാണ് സാധ്യത. അവർ വൈറ്റ് ലെവലിൽ നിന്നാണ് കൊടുത്തായിരുന്നത് കേട്ടോ. സോ അതുകൊണ്ട് നമ്മളും വൈറ്റ് ലെവലിൽ നിന്ന്, അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ലെവലിൽ നിന്നാക്കി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ ഇത് ഈ കോ ബ്രാൻഡഡ് കാർഡ് തന്നെയാണ് നമ്മളിപ്പോഴും കൊടുക്കുന്നത്, മാറ്റം വരുത്തുന്നില്ല. താഴെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ നമുക്ക് നോട്ട്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്രേ പറ്റുള്ളൂ. കാരണം കോ ബ്രാൻഡഡ് കാർഡാണോ അതോ വൈറ്റ് ലെവൽ കാർഡാണോ എന്ന് നമ്മളിപ്പോൾ ഉത്തരമായിട്ട് പറയുന്നില്ല. നമ്മൾ രണ്ടും പറഞ്ഞുതരാം. കോ ബ്രാൻഡഡ് കാർഡ് എന്നാണ് അവർ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. CSEBയുടെ ആൻസർ കീ എന്താണ്? കോ ബ്രാൻഡഡ് കാർഡ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടും പഠിക്കാം. രണ്ടും ഒന്നാണോ ചോദിച്ചാൽ ഒന്നല്ല കേട്ടോ. പക്ഷേ ഫണ്ടമെൻ്റലി രണ്ടും സെയിം തന്നെയാണ് താനും. ഫണ്ടമെൻ്റലായിട്ട് ഇത് കാർഡ് സെയിം കാർഡാണ്. അതായത് ഈ ബ്രാൻഡ് നെയിം ഈ കോ ബ്രാൻഡഡിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. വൈറ്റ് ലേബലിൽ 3 വരുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്, പിന്നെ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് കാർഡ്സും വരുന്നുണ്ട്. ഇത് 3 വരുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെയും അതും ഒരേപോലെയാണ്. പിന്നെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂറുടെ വിസിബിലിറ്റി, അതാണല്ലോ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഇഷ്യൂറുടെ വിസിബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇത് ലേബൽ എന്നാക്കാം. ഇഷ്യൂയുടെ ലയബിലിറ്റീനെ കുറിച്ചിട്ട് ഇഷ്യൂറുടെ വിസിബിലിറ്റിയെക്കുറിച്ച് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ അവിടെയും വ്യത്യാസമുണ്ട് കേട്ടോ. വിസിബിലിറ്റി വ്യത്യാസമുണ്ട്, അത് നമുക്ക് പറയാം. വിസിബിലിറ്റി, പാർട്ട്ണർഷിപ്പ്, ഇത് 3ആണ് വ്യത്യാസം വരുന്നത്. പിന്നെ ഈ വൈറ്റ് ലേബൽ കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സാധാ പോലെ കാർഡ് തന്നെയാണ്. ബട്ട് വിത്തൗട്ട് ഡിസ്പ്ലേയിങ് ഈ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ലോഗോ. ഇഷ്യൂവേഴ്സ് ബ്രാൻഡ് നെയിം ആൻഡ് ലോഗോ കാണിക്കാത്ത കാർഡുകളാണ് വൈറ്റ് ലേബൽ കാർഡ് എന്ന് പറഞ്ഞാൽ. വൈറ്റ് ലേബൽ കാർഡ് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യണം. വൈറ്റ് ലേബൽ കാർഡ്. അപ്പോൾ ഇഷ്യൂവറുടെ കാണിക്കുന്നില്ല, പേര്, ബ്രാൻഡ് നെയിം അവിടെ കാണിക്കുന്നില്ല. എവിടെ? വൈറ്റ് ലേബൽ കാർഡിൽ കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇതാണ് ഉത്തരം എന്ന് പറയാൻ വന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയാൻ വന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് വാക്ക് തന്നെ ഉള്ളത് കേട്ടോ. CSEBയുടെ ആൻസർ കീ എന്താണ്? ഇതാണ് CSEBയുടെ ആൻസർ കീ ഉള്ളത്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. CSEB ഇതാണ് കൊടുത്തിട്ടുള്ളത്. ദ ബ്രാൻഡ് നെയിം ഓഫ് ദ ഇഷ്യൂവർ ബാങ്ക് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ എ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ ഡിസ്പ്ലേയിങ് ദ ഇഷ്യൂവേഴ്സ് ബ്രാൻഡ് നെയിം ലോഗോ കാണിക്കാത്ത തരത്തിലുള്ള കാർഡുകളാണ് വൈറ്റ് ലേബൽ കാർഡുകൾ. അതുപോലെ തന്നെ അവർ
അവരുടെ ബ്രാൻഡിങ്ങിന് അത്ര പ്രാധാന്യം കൊടുക്കാതെ ഈ ഇഷ്യൂർ അലൗസ് എ പാർട്ട്ണർ ഉണ്ടല്ലോ, ആ പാർട്ട്ണർക്ക് ഓഫർ ചെയ്യുകയാണ് അവരുടെ ബ്രാൻഡിങ്ങിന് പ്രാധാന്യം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു പാർട്ട്ണറും ഒരു ബ്രാൻഡും തമ്മിലുള്ള ഒരു കാർഡാണ് ഈ വൈറ്റ് ലേബൽ കാർഡ്. അപ്പോൾ ഇഷ്യൂർ അലൗസ് എ പാർട്ട്ണർ ടു ഓഫർ ദിസ് കാർഡ് അണ്ടർ ദയർ ഓൺ ബ്രാൻഡിങ്, അവരുടെ സ്വന്തം ബ്രാൻഡിങ്ങിൽ ചെയ്യൂ എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവരുടെ പ്രിമൈസസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇവരെന്ത് ചെയ്യുന്നില്ല, അത് കാണിക്കുന്നില്ല, ഇവരുടെ പ്രിമൈസസ് കാണിക്കുന്നില്ല. അതാണ് ഈ വൈറ്റ് ലേബൽ കാർഡ്. അപ്പോൾ വൈറ്റ് ലേബൽ കാർഡ് ഒരിക്കലും ഇഷ്യൂവറുടെ ബ്രാൻഡ് നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലോഗോ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതാണ് സംഭവം വൈറ്റ് ലേബൽ കാർഡിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ കോ ബ്രാൻഡഡ് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ഇൻ പാർട്ട്ണർഷിപ്പിലാണത് ഇഷ്യൂ ചെയ്യുന്നത് വിത്ത് ഒരു റീറ്റെയിൽ ബ്രാൻഡുമായിട്ട് ഒരു സർവീസ് പ്രൊവൈഡർ, രണ്ടും ആൾക്കാരും കൂടി, റീറ്റെയിൽ ബ്രാൻഡ് ഓർ സർവീസ് പ്രൊവൈഡർ, അല്ലെങ്കിൽ ബോത്ത് ബ്രാൻഡ്സ് ടുഗദർ. പക്ഷേ അതിൻ്റെ ഇതെന്താ വെച്ചാൽ ബോത്ത് ബ്രാൻഡ്സ് അപ്പിയർ ഓൺ ദ കാർഡ്, രണ്ട് ബ്രാൻഡുകളും ഈ കാർഡിൽ കാണപ്പെടും, രണ്ട് ബ്രാൻഡുകളും ഇതിൽ വിസിബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ബ്രാൻഡിങ് അവിടെ ഇഷ്യൂർ വിസിബിലിറ്റി ഉണ്ട് രണ്ടു കൂട്ടർക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം SBIയും സാധാരണയായിട്ട് ഈ എയർലൈൻസ് കമ്പനിക്കാരും ബാങ്കും തമ്മിൽ, അതുപോലെ തന്നെ ബാങ്കും ഒരു ഹ്യൂജായിട്ടുള്ള ഈ ഒരു വലിയൊരു പിന്നെ എന്താ പറയുക ഇ-കൊമേഴ്സ് കമ്പനീസ് ഉണ്ടല്ലോ, അവരൊക്കെയാണ് ഈ ഒരു കോ ബ്രാൻഡ് കാർഡുകൾ ഇറക്കുക. അപ്പോൾ SBIയും എയർ ഇന്ത്യയും ആണെങ്കിൽ SBIയുടെ പേരും ഉണ്ടാവും, എയർ ഇന്ത്യയുടെ പേരും ഉണ്ടാവും അതിൽ കാർഡിൽ കേട്ടോ. രണ്ട് കൂട്ടരുടെയും കൂടി പേര് അതിൽ വിസിബിൾ ആയിരിക്കും. അങ്ങനത്തെ കാർഡാണ് ഈ കോ ബ്രാൻഡഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേത് വൈറ്റ് ലേബൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇഷ്യൂവറുടെ ബ്രാൻഡ് നെയിം ലോഗോ അവിടെ കാണിക്കുന്നില്ല. അവർ ഓഫർ ചെയ്യുന്നത് എന്താണ്, ഈ പാർട്ട്ണർക്ക് ഓഫർ ചെയ്യുന്നത് തന്നെ ദയർ ഓൺ ബ്രാൻഡിങ്, അവരുടെ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കോ ബ്രാൻഡ് രണ്ട് പാർട്ടീസിനും കാണിക്കും, റീറ്റെയിലറേയും കാണിക്കും, കാർഡ് ഇഷ്യൂറേയും കാണിക്കും, രണ്ട് ലോഗോസും ഉണ്ടായിരിക്കും. പക്ഷേ ഇല്ലാത്തത് വൈറ്റ് ലേബൽ കാർഡാണ്. സോ അത് ആ രീതിയിലാണ് നമ്മൾ അന്ന് ഒഴുക്കമട്ടിൽ പറഞ്ഞു പോയി. നമുക്കത് ആധികാരികമായിട്ട് ഉത്തരം നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി നിങ്ങൾ അതിൻ്റെ ലോജിക്കിനനുസരിച്ച് മനസ്സിലാക്കി എഴുതുക കേട്ടോ, ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 275ാമത്തെ ക്വസ്റ്റ്യനാണ്. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് വന്ന മിസ്റ്റേക്കാണ് കേട്ടോ, 275. അപ്പോൾ അത് എനിക്ക് അപ്പം തന്നെ എന്നെ റിപ്പോർട്ട് ചെയ്തായിരുന്നു, ഞാനത് പിൻ ചെയ്യുകയും ചെയ്തായിരുന്നു കേട്ടോ. ഈ ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65മായി ബന്ധപ്പെട്ടിട്ടുള്ള അത് നമ്മൾ 3 months ആണോ തോന്നുന്നുണ്ട് മുമ്പ് ചെയ്തിരുന്നത്, 4 months ആണ് കേട്ടോ ഇൻക്വയറി. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ. 275 ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എത്ര നാൾക്കക 4 months ആണ് കേട്ടോ. മിനിമം പീരിയഡാണ് ഈ 4 months എൻക്വയറി കണ്ടക്ട് ചെയ്യാനുള്ള. അതായത് പറയുന്നത് 65 സബ്സെക്ഷൻ 5-ലാണെന്ന് പറയുന്നത് കേട്ടോ. അത് എൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 4 months. ഇതിൻ്റെ മിനിമം പീരിയഡാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പീരിയഡ് വേണമെങ്കിൽ വാരി ചെയ്യാം, ആരുടെ ഇഷ്ടത്തിന് മാത്രം. ഡിസ്ക്രിഷൻ ഓഫ് ദ രജിസ്ട്രാർ വാരി ചെയ്യാൻ പറ്റും. ഓക്കെ, ആ റീസൺസ് ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആൾക്ക് അത് ടൈം ടു ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താലും അതിൻ്റെ മാക്സിമം അഗ്രഗേറ്റ് പീരിയഡ് 1 year കൂടാൻ പാടില്ല കേട്ടോ. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്തോളൂ, ചിലപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ 4 months ആൻഡ് ഇറ്റ്സ് അഗ്രഗേറ്റഡ് പീരിയഡ് എത്രയാണ്, 1 year ആയിരിക്കണം. ആൻഡ് ഓൾസോ അത് ഡിസൈഡ് ചെയ്യുന്നത് ഡിസ്ക്രിഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണ് എന്നും പറയുക. 65 സബ്സെക്ഷൻ 5-ലാണത് പറയുന്നത് കേട്ടോ. 65 സബ്സെക്ഷൻ 5-ലാണ് എന്ത് പറയണത്, ഈ ഇൻക്വയറിയുടെ കാലയളവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാക്റ്റൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കാണുക കേട്ടോ. നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1000 questions ആണ് പറഞ്ഞിട്ടുള്ള 1000 questions നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പോൾ എനിക്ക് അപ്പോൾ പറയാൻ പറ്റാത്ത വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അഡീഷനായിട്ട് പറയാമല്ലോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മാത്രമേ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ, നമ്മുടെ ക്ലാസ്സിനും കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ അറിവിനും കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കി ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. 333ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 333 കേട്ടോ.
333 വാട്ട് ഈസ് റോബോ അഡ്വൈസറി ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇ ബാങ്കിങ്. ഇ ബാങ്കിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് റോബോ അഡ്വൈസറി ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇ ബാങ്കിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മുമ്പത്തെ ആൻസർ കീ ചെക്ക് നമ്മുടെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ബ്രാൻഡിങ്ങിൻ്റെ കാര്യം, വൈറ്റ് ലേബലും കോ ബ്രാൻഡഡും, അതിൻ്റെ പിന്നെ ആൻസർ കീ വേണമെങ്കിൽ ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പറയാം ഏത് കോഡാണെന്ന് ഞാൻ പറയാം കേട്ടോ. 14/2024 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. 14/2024 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റോബോ അഡ്വൈസറി ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കാം. ഹ്യൂമൻ അഡ്വൈസേഴ്സ് യൂസിങ് റോബോട്ട്സ് ആണോ, ഓട്ടോമാറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് യൂസിങ് അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കലാണോ, മാനുവൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനാണോ, അതുപോലെ ഫിസിക്കൽ ബാങ്ക് ബ്രാഞ്ചസ് വിത്ത് റോബോട്ട്സ്, ഇതിലേതാണ് റോബോ അഡ്വൈസറി ഇ ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓട്ടോമാറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് യൂസിങ് അൽഗോരിതം വെച്ചിട്ട് ഓട്ടോമാറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കാനാണ് റോബോ അഡ്വൈസറി കണ്ടസ്റ്റ് ഇ ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസി ഭയങ്കര ഹൈക്കിൽ നല്ല ഒരു ഇതിൽ നിൽക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ആരാണെന്നുള്ളതാണ്. ഫെഡറൽ റിസർവ് നമ്മുടെ അമേരിക്കയുടെ റിസർവ് ബാങ്കാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം. അതുപോലെ സതോഷി നക്കാമോട്ടോ ആണോ, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണോ, വേൾഡ് ബാങ്ക് ആണോ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നായിരുന്നു അല്ലേ. സതോഷി നക്കാമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനാണ്. ഓക്കെ, സതോഷി നക്കാമോട്ടോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസി 2008-2009 കാലഘട്ടത്തിലാണ് അന്നത് സ്റ്റാർട്ട് ചെയ്തത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മെഷീൻ ലേണിംഗ് ഇൻ ഇ ബാങ്കിങ്ങിൽ മെഷീൻ ലേണിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു മാനുവലി അപ്രൂവ് ട്രാൻസാക്ഷൻസ്, ടു അനലൈസ് ഡാറ്റ ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് സർവീസസ്, ടു റീപ്ലേസ് ഓൾ ബാങ്കിങ് സ്റ്റാഫ്സ്, ടു സ്ലോ ഡൗൺ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു അനലൈസ് ഡാറ്റനെ അനലൈസ് ചെയ്യാനും പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് സർവീസസിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷീൻ ലേണിങ്ങിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്തത്, വാട്ട് ഡസ് B2C സ്റ്റാൻഡ്സ് ഫോർ ഇൻ ഇ കൊമേഴ്സിൽ B2C എന്ന് പറഞ്ഞാൽ എന്താണ്? B2Cൻ്റെ ഒരു ഷോർട്ട് ഫോം തന്നെ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. B2C എന്തായിരിക്കും? B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ തന്നെയാണ് കേട്ടോ. ബിസിനസ് ടു കൺസ്യൂമറാണ്, നോട്ട് കസ്റ്റമർ. ബിസിനസ് ടു കൺസ്യൂമറാണ് ഇ കൊമേഴ്സിലുള്ള പദം, കൺസ്യൂമറാണ്. ഓക്കെ, അതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ ഇ കൊമേഴ്സ്? എന്താണ് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ റോൾ എന്താണെന്നാണ് ഇ കൊമേഴ്സിൽ കേട്ടോ. എന്ത് റോളാണ് ചെയ്യുന്നത്? ഓക്കെ, ടു മാനേജ് ഫിസിക്കൽ സ്റ്റോർ ഇൻവെൻട്രി, ടു ഫെസിലിറ്റേറ്റ് സെക്യൂർ ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ ടു ഹാൻഡിൽ കസ്റ്റമർ സർവീസ് ഇൻക്വയറീസ്, ടു മാനേജ് വെബ്സൈറ്റ് ഡിസൈൻ. അപ്പോൾ പേയ്മെൻ്റ് ആണല്ലോ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പ്രാധാന്യം എന്താണ്? സെക്യൂർ ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൺലൈൻ പേയ്മെൻറ്റുകൾ സെക്യൂറായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുവാൻ. ഓക്കെ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് വന്നിട്ട് വാട്ട് ഈസ് ദ SSL? വാട്ട് ഈസ് SSL ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇ കൊമേഴ്സ് സെക്യൂരിറ്റി? ഇ കൊമേഴ്സ് സെക്യൂരിറ്റിയിലെ SSL അത് നമ്മൾ കറക്റ്റ് അത് തന്നെ പഠിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ മാറി ഒന്നും പഠിക്കണ്ട. സെക്യൂർ സോക്കറ്റ്സ് ലെയർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. SSL എന്താണ്? സെക്യൂർ സോക്കറ്റ്സ് ലെയർ എന്ന് തന്നെ പഠിച്ചു വെക്കണം. SSL എന്നത് കേട്ടോ, സെക്യൂർ സോക്കറ്റ്സ് ലെയർ എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ്. ഇ കൊമേഴ്സിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് ഈ SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇ കൊമേഴ്സിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ തെഫ്റ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ഓതൻറ്റിക്കേഷനും ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്കും വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് എന്ത്? SSL എന്നത് കേട്ടോ. അപ്പോൾ SSL എന്താണ്? സെക്യൂർ സോക്കറ്റ്സ് ലെയർ ആണ്. കൂടാതെ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ഇ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ആൻഡ് ഓൾസോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ്? ഇറ്റ് ഇൻഷുവേഴ്സ് ഓതൻറ്റിക്കേഷൻ.
ഓതൻറ്റിക്കേഷൻ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തുക, ഡാറ്റ തെഫ്റ്റൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ SSL യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് വാട്ട് ഈസ് ദ ടേം ഒംനി ചാനൽ. ഒംനി ചാനൽ റിഫേഴ്സ് ടു ഇൻ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിൽ ഈ ഒംനി ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂസിങ് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഫോർ ട്രാൻസാക്ഷൻസ്, പ്രൊവൈഡിങ് എ സീംലെസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അക്രോസ് മൾട്ടിപ്പിൾ ചാനൽസ്, മാനേജിങ് ഇൻവെൻട്രി ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, ഓഫറിങ് വാരിയസ് ഷിപ്പിംഗ് ഓപ്ഷൻസ്. എന്താണ് ഇ-കൊമേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഈ ഒംനി ചാനൽ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, സൈറ്റുകൾ, ഷോപ്പിംഗ് സൈറ്റുകളുടെ കാലമാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ എവിടെ ഒരു പേജ് കണ്ടാലും ആ പേജിൽ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിരിക്കും, നമ്മൾ പോയി വാങ്ങിക്കുന്നു. അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യണം. പക്ഷെ നമുക്കിതെല്ലാം ഇന്ന് എനേബിളാണ് അല്ലേ, നമ്മുടെ കൈക്കുമ്പിളിലുണ്ട് എല്ലാം. അതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോറുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും, ഓൺലൈൻ വെബ്സൈറ്റ് വഴി, മൊബൈൽ ആപ്പ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചും കൊണ്ട് നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു ബ്രാൻഡ് പോലെയാണ് ഈ ഒംനി ചാനൽ. അതാണ് ഈ ഒംനി ചാനൽ എന്ന് പറയാം. ആ അനുഭവമാണ് നമുക്കിത് തരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയിട്ട് നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഇത് വാങ്ങണോ വേണ്ടയോ, ഇത് നാളെ വാങ്ങിക്കാം എന്ന് വെച്ചാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് രണ്ടാമത് വീണ്ടും പോകണം. പക്ഷേ നമ്മളൊരു ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അവിടെ. സോ ഫിസിക്കൽ സ്റ്റോഴ്സ് അവൈലബിൾ ആണ്, ഓൺലൈൻ എല്ലാം കൂടി അവിടെ ഉണ്ട്. അവിടെ നമ്മൾ കാർട്ടിൽ ഒരു സാധനം ഇടാം അല്ലേ. നമുക്കിപ്പോൾ ഒരു സാധനം വേണം, നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണ്ട, നമുക്ക് കാർട്ടിലിടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് കേട്ടോ. ഈ ഒംനി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു ഇത്രയും സാധനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അനുഭവം നമ്മളിലേക്ക് എത്തിക്കുക. അതാണ് ഈ ഒരു ഒംനി ചാനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രൊവൈഡിങ് എ സീംലെസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അക്രോസ് മൾട്ടിപ്പിൾ ചാനൽ. അതാണ് ഈ ഒംനി ചാനലിൻ്റെ ഉത്തരമായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് SMS ബാങ്കിങ്. SMS ബാങ്കിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തായിരിക്കും അതിൻ്റെ ഒരു സംഭവം? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് SMS-ലൂടെ, അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടു പെർഫോം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വയ SMS, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പണ്ടത്തെ സംഭവമാണ്, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അടുത്തത് 341. വാട്ട് ഈസ് USSD ഇൻ മൊബൈൽ ബാങ്കിങ്. USSD നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് അറിയില്ല. USSD ഇൻ മൊബൈൽ ബാങ്കിങ്ങിൽ USSD എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ USSDയുടെ ഇതിൻ്റെ ഉത്തരം അല്ല, അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അത് അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ എന്നാണ്. വേറെ വല്ലതും പറയുന്നില്ല. വേറെ വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുഴമാന്തരാവും കേട്ടോ. അതുകൊണ്ട് അത് തന്നെ പഠിച്ചു വെച്ചോളൂ. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ എന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. വേറെയുള്ള ഓപ്ഷൻസിലേക്ക് ഒന്നും കണ്ണു പോകണ്ട. അപ്പം നമ്മൾ തെറ്റ് പഠിക്കും. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ, അതാണ് USSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ കൺസെപ്റ്റ്. ഈ USSD എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 1100, നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് 1100 എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് ചെറിയ ഹാൻഡ് സെറ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഹാൻഡ് സെറ്റിൽ നമ്മൾ ഹാഷ്, അതുപോലെ തന്നെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു 101 അങ്ങനെ എന്തോ അമർത്തി ഒരു സ്റ്റാർ, ഈ ഒരു കോഡ് ഓരോ ഐഡിയയ്ക്ക് ആണെങ്കിൽ ഐഡിയയ്ക്ക് ഒരു കോഡ്, വോഡാഫോണിലാണെങ്കിൽ വോഡാഫോണിലൊരു കോഡ്, മറ്റേ ഹാഷും അമർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും, നമ്മുടെ എത്ര രൂപ ബാലൻസ് ഉണ്ട്. ബാലൻസ് എൻക്വയറി ആയിരുന്നു അത് കേട്ടോ. അങ്ങനെ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ അല്ല ഞാൻ പറയണത്, പണ്ടത്തെ സാധാരണ ചെറിയ ഫോണുണ്ടല്ലോ, കുഞ്ഞു ഫോണ്, നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ പ്രായമായ ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും. അപ്പോൾ ആ ഒരു സംഭവത്തിൽ അന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ ബാലൻസ് എൻക്വയറി നടത്തിയിരുന്നത്. അപ്പോൾ അതൊരു ബാങ്കിങ്, ഒരു മൊബൈലും അവരുടെ സർവീസ് പ്രൊവൈഡറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണത്. ഓക്കെ, മൊബൈലും സർവീസ് പ്രൊവൈഡറും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതാണ് USSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. പക്ഷേ
ഈ സംഭവം ബാങ്കിങ്ങിൽ ഉപയോഗിക്കാം. ബാങ്കും അതായത് സർവീസ് പ്രൊവൈഡർ, ബാങ്കിൻ്റെ സർവീസ് പ്രൊവൈഡറും ഒരു രജിസ്ട്രേർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ ഇതേ സംഭവം, അതായത് അവരുടെ ബാലൻസ് എൻക്വയറി കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ആവശ്യമില്ല. നോർമൽ ഒരു മൊബൈൽ ഫോൺ രജിസ്ട്രേർഡ് നമ്പർ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ *99# എന്നാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അത് *99# എന്നാണ് ഈ ഒരു USSDയുടെ കോഡായിട്ട് പറയുന്നത്. സോ ഈ കോഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സർവീസ് പ്രൊവൈഡറും ഈ മൊബൈലും തമ്മിലുള്ള, അതായത് ബാങ്കിൻ്റെ സർവീസ് പ്രൊവൈഡറും മൊബൈലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയും അവർക്ക് ബാലൻസ് എൻക്വയറി ചെയ്യാനും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും നടക്കും. ഓക്കെ, അതിലൂടെ നടത്തും എന്നാണ് പറയുന്നത് കേട്ടോ. USSD അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പണ്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത് ബാങ്കിങ്ങിലും എന്താണ് യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന്. വാട്ട് ഈസ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ക്ലൗഡ് സ്റ്റോറേജ് ഇൻ ബാങ്കിങ്? ക്ലൗഡ് സ്റ്റോറേജിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ലിമിറ്റഡ് ഡാറ്റ ആക്സസ്, അതുപോലെ തന്നെ സ്കാലബിലിറ്റി ആൻഡ് കോസ്റ്റ് എഫിഷ്യൻസി, ഇൻക്രീസ്ഡ് ഫിസിക്കൽ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ്, ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ്. ഇതിലെന്താണ് ക്ലൗഡ് സ്റ്റോറേജ്? ഈ ബാങ്കിങ്ങിൽ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്ന സ്കാലബിലിറ്റി ആൻഡ് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. ഈ ഒരു സ്കാലബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ക്ലൗഡ് സ്റ്റോറേജുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു പദം സ്കാലബിലിറ്റി എന്ന് പറഞ്ഞ പദം, അതായത് അതിൻ്റെ ഒരു മീനിങ് നോക്കുകയാണെങ്കിൽ ഒരു എഫിഷ്യൻസി നഷ്ടപ്പെടുത്താതെ തന്നെ. എന്താണ് ഈ സ്കാലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഒന്നും കളയാതെ എത്ര ലോഡ് വേണമെങ്കിലും കൈകാര്യം ചെയ്യുന്ന ആ സിസ്റ്റത്തിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് സ്കാലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ പ്രകടനം ഉണ്ടല്ലോ, അത് എഫിഷ്യൻസി ഒന്നും നഷ്ടപ്പെടുത്താതെ ലോഡുകൾ കൈകാര്യം ചെയ്യാനുള്ള ആ സിസ്റ്റത്തിൻ്റെ കഴിവിനെ പറയുന്നതാണ് ഈ ഒരു സ്കാലബിലിറ്റി എന്ന് പറഞ്ഞത്. അതായത് ഈ ക്ലൗഡ് സ്റ്റോറേജിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഡീൽ ചെയ്യുമ്പം അത് വേണമല്ലോ. അത്രയും വലിയ ഹ്യൂജ് ആപ്ലിക്കേഷൻസ്, ബിഗ്ഗറായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിനുള്ള ഒരു വേണം, അതിനുള്ള ഒരു ക്യാപ്പബിലിറ്റി വേണം. അപ്പോൾ അതിനെയാണ് ഈ സ്കാലബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ AIയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, HTML ആണോ, ജാവാസ്ക്രിപ്റ്റ് ആണോ, പൈത്തൺ ആണോ, CSS ആണോ, ഏതാണ്? നമുക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. IT-യിലത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, പൈത്തൺ ആണ് ലാംഗ്വേജ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ടു എൻക്രിപ്റ്റ് ഡാറ്റയാണോ, ടു ഓതൻറ്റിക്കേറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ, ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മാൽവെയർ ആണോ, ടു മാനേജ് പാസ്വേഡ്സ്? ഏതാണ്? പ്രൈമറി പർപ്പസാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രാഥമിക പർപ്പസാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാഥമികമായിട്ട് അവരെന്തിന് ഊന്നൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് പ്രാഥമികമായിട്ട് നോക്കേണ്ടത് ഒരു ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേറ്റ് ചെയ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ടു ഓതൻറ്റിക്കേറ്റ് ദ ഐഡൻറ്റിറ്റി, സർട്ടിഫിക്കറ്റ് ഹോൾഡറുടെ ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേറ്റ് ചെയ്യലാണ് അവരുടെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ശേഷമാണ് പിന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ ന്യൂ ലിമിറ്റ് ഫോർ കൊളാട്രൽ ഫ്രീ അഗ്രികൾച്ചറൽ ലോൺസ് റേസ്ഡ് ബൈ ദ RBI എഫക്റ്റീവ് ഫ്രം ജാനുവരി 1, 2025? അപ്പോൾ എത്രയാണ് കൊളാട്രൽ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലോൺസ് കൊടുക്കുന്നത് RBI വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ ലിമിറ്റ് എത്രയാണ്? ആദ്യത്തെ ലിമിറ്റ് എത്രയായിരുന്നു? ആദ്യത്തെ 1.6 ലാക്ക് ആയിരുന്നു കേട്ടോ. 1.6 ലാക്ക് ആയിരുന്നു. ജാനുവരി 1, 2025 പുതുക്കിയ നിരക്കെന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. 1.6 ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുള്ളത്. ന്യൂ ലിമിറ്റ് ഫോർ കൊളാട്രൽ ഫ്രീ അഗ്രികൾച്ചറൽ ലോൺസ് റേസ്ഡ് ബൈ ദ RBI എഫക്റ്റീവ് ഫ്രം ജാനുവരി 1, 2025 കേട്ടോ. 2025 എത്രയായി? ആദ്യം 1.6 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായി? 2 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ്
345ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്